നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരവസരം എനിക്ക് തന്നിരിക്കുകയാണ്. ഈ അവസരം എനിക്ക് വ്യക്തിപരമായി ലഭിച്ചതല്ല. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുപോലെ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ, UDFന്റെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി, ഐക്യത്തോടുകൂടി കോൺഗ്രസ് എനിക്ക് തന്ന ഈ അവസരം നല്ല രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനും 2 തവണയായി നിലമ്പൂര് നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനും എൻ്റെ പിതാവ് 3.5 പതിറ്റാണ്ട് കാലം നിലമ്പൂരിലുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ചെയ്യുന്നതിനും ഈ കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലം നിലമ്പൂരിലുണ്ടായ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ന് ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥ, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു പ്രതിവിധി എന്ന നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കിട്ടിയ അവസരം അത് തീർച്ചയായും എന്നെപ്പോലെ പലർക്കും ഇവിടെ മത്സരിക്കാൻ അവസരം അതിന് യോഗ്യതയുള്ളവരും അർഹതയുള്ളവരുമാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല, ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. ഞങ്ങൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ചത്, അത് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്, ആര് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിലും അത് ഞാനാവട്ടെ, ഞാനല്ലാതെ മറ്റൊരാളാവട്ടെ, ആരായാലും നിലമ്പൂരിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കും. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന, UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യതപ്പെട്ടവരാണ് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ്. അതനുസരിച്ച് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല രൂപത്തിൽ ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലത്തുണ്ടായ നിലമ്പൂരിലെ നിരവധിയായ തെരഞ്ഞെടുപ്പ് വിധികൾ, അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം. UDFനൊരു വലിയ മുന്നേറ്റം നിലമ്പൂരിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വിജയത്തിന് തുണയാവും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പാർട്ടിയോട്, അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട്, ദേശീയ നേതൃത്വത്തോട്, അവർ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ നൽകിയ ഈ വിശ്വാസമനുസരിച്ച് ഒരു നല്ല വിജയമുണ്ടാക്കാൻ ഉള്ളൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. എന്തായാലും അതിന് എല്ലാ പ്രവർത്തകരുടെയും പിന്തുണയുണ്ടാവണം. മാത്രമല്ല, നിലമ്പൂരിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് 200 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട്, കവളപ്പാറ ദുരന്തത്തിൽ, ആ ദുരന്തത്തോടൊപ്പം ഉണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 200 ചില്ലാനം ഏകദേശം 300ഓളം വീടുകൾ, ആ ആദിവാസികൾ ഇന്നും 6 വർഷക്കാലമായി ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിനുള്ളിൽ കഴിയാണ്. ശൗചാലയമില്ല, വെള്ളമില്ല, അവർക്ക് ഭക്ഷണമില്ല. മാത്രമല്ല, അവർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട കുറേ ആളുകൾ. ഇവിടെ തന്നെ നമുക്കറിയാം മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതം. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന് ഈ ഭൂമിയിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്ന മലയോര കർഷകരാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സംസാരിക്കുകയായിരുന്നു. നിലമ്പൂർ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും കൗതുകമാണ്.